ഉള്ളത്. നമുക്കിപ്പോൾ ഫയർ ഉദ്യോഗസ്ഥന് ഇവിടെ ഉണ്ട്, അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 10 സ്റ്റേഷന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വലിയ 12,000 2 ടാങ്കർ ഉൾപ്പെടെയുള്ള വണ്ടികൾ, അങ്ങനെ 8 വണ്ടികൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൺട്രോൾഡ് ആവാൻ പറ്റും. കാരണം ആദ്യം കത്തിയതൊക്കെ കത്തിപ്പോയി എന്നുള്ളതാണ്. ഫസ്റ്റത്തെ അത്രയ്ക്ക് സ്പ്രെഡ് ആയിരുന്നു, ഭയങ്കര പെട്ടെന്ന് കത്തുന്ന വസ്തുക്കളാണ് അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ പിടിച്ച് ഉടനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കി വണ്ടി എത്താനുള്ള ചെറിയൊരു ടൈം ഡിലേ മാത്രമേ വരുന്നുള്ളൂ. കാരണം തളിപ്പറമ്പിൽ 2 വണ്ടി എത്തി, ബാക്കി സ്റ്റേഷനിലേക്ക് ഒരു അരമണിക്കൂറിനും ബാക്കി വണ്ടികൾ എത്തിയിട്ടുണ്ട്. ഇനി അല്ലല്ല, തളിപ്പറമ്പിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഓടി തീയന്തന വിധേയം സ്പ്രെഡ് ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യം കത്തി കുറച്ച് സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കുറേശ്ശെ അണയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലില്ല, അത്ര വിഷയങ്ങൾ വരുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള ബിൽഡിങ്ങിനൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ആൾറെഡി ആദ്യം കത്തിയ സ്റ്റോക്ക് നല്ലോണം കത്തിയിട്ടുണ്ട്. അത് കുറച്ച് അതാണ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ പൂർണ്ണമായിട്ട് ഇല്ല, ആൾക്കാർക്കൊന്നും പ്രശ്നം. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഈ നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ കൂടുതൽ എഞ്ചിനുകൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും എത്തിക്കുന്നതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇത് വൈകിയത് ആളുകളെ വല്ലാതെ സ്വാഭാവികമായിട്ടും ഇത് നഷ്ടപ്പെട്ട ആളുകളുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇത്ര വലിയ ദുരന്തം, ബസ് സ്റ്റാൻഡ് പരിസരം, ആളുകൾ ബുദ്ധിമുട്ടിലാവുന്നത്, ഇതെല്ലാം ഉണ്ടാവും. അത് വലിയ രോഷപ്രകടനത്തിലേക്ക് പോലും കടക്കുന്ന സാഹചര്യം ഉണ്ടല്ലേ? രോഷപ്രകടനം ഇവിടെ ആൾക്കാരെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടയിലാണ് അത്തരത്തിലുള്ള ചെറിയൊരു വാക്കരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പ്രവർത്തനം നടത്തട്ടെ, അതിനുശേഷം സംസാരിച്ചാൽ മതി എന്നുള്ള തരത്തിൽ ഒരു ഭാഗം സംസാരിച്ചതാണ് പ്രശ്നത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഓക്കെ ഞങ്ങൾ മാറാം. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശമാണ്. അല്ല, അതാണ് ബിജീഷ്, നമുക്ക് മാറി നിന്ന് കൊടുക്കാം എന്നുള്ളതാണ്. കാരണം അത് തീ അണയ്ക്കേണ്ടതുണ്ട്, നമ്മൾ മാറി നിന്ന് സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് അങ്ങനെ മാറി നിന്ന് കൊടുക്കാം. നമ്മൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു മാതൃകയായി മാറേണ്ടതുണ്ട്. കാരണം ഇതിന്റെ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുന്നതിനും പ്രശ്നങ്ങൾ പറയുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ പരിശ്രമം കൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ്. ഈ ദേശീയപാതയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെയാണ്. യെസ്, വലിയ ജനക്കൂട്ടമാണ് അവിടെ. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും. കാരണം തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. അതിനൊപ്പമാണ് ഇത്രയധികം ആൾക്കൂട്ടത്തിനെ കൂടി കൺട്രോൾ ചെയ്യേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇല്ലെങ്കിൽ തീ അണയ്ക്കലിന് ഉണ്ടാക്കും എന്നുള്ളതാണ്. അഗ്നിശമന സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് പടരുന്നത്, സ്പ്രെഡ് ആവുന്നത് തടഞ്ഞിട്ടുണ്ട് എന്നാണ് നേരത്തെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പ്രതികരിച്ചത്. മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് കടകളിലേക്കും അത് സ്പ്രെഡ് ആവുന്നതിനെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ആ തീ അണയ്ക്കാൻ സമയമെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയധികം, അതായത് പെട്ടെന്ന് കത്തുന്ന തരത്തിലുള്ള സാധനങ്ങളുള്ള കടകളായിരുന്നു. അതുകൊണ്ടാണ് അത്ര വേഗം സ്പ്രെഡായത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ ജോലിക്കിടയിൽ ആ പ്രതികരണം നടത്തിയതാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം നിന്നില്ല. തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. നാട്ടുകാർ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം യൂണിറ്റ് എത്തിയ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ ഇടപെടുന്നുണ്ടായിരുന്നു, കള്ളം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവിടെ യൂണിറ്റ് എത്താൻ വൈകി എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് നാട്ടുകാർക്കിടയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വലിയ രോഷാകുലരാണ് നാട്ടുകാർ സ്വാഭാവികമായിട്ടും. വിജേഷ്, വലിയ നഷ്ടം നമുക്കറിയാം. അത് തളിപ്പറമ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ അത്രയധികം കടകളുണ്ട്. അത് എത്ര വലിയ നഷ്ടമായിരിക്കുമെന്ന് കണക്കുകൂട്ടാൻ പോലും നിലവിൽ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പം ഏതു തരത്തിലായിരിക്കും ഒരു നഷ്ടം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ധന്യ നഷ്ടത്തിന്റെ കാര്യം ഇപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം സംസാരിച്ചിരുന്ന വ്യാപാരിയുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കറിയാം. കാരണം കോടികൾ അവരുടെ നഷ്ടം സംഭവിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് റിയാസ് എന്ന് പറയുന്ന വ്യാപാര വ്യവസായ സമിതിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള റിയാസ് പറഞ്ഞത്. പക്ഷേ ആശ്വാസം പറഞ്ഞത് ഇത് മാത്രമാണ്, ജീവൻ ബാക്കിയായി. അതുകൊണ്ട് തന്നെ അതിനകത്ത് ചെറിയൊരു